വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തൊഴിൽ എന്നതല്ല, വിജ്ഞാനവും വിവേകവും അറിവും തിരിച്ചറിവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ വേറെ ലെവലാണ്. 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് പാർട്ടിയെ കളറാക്കുന്നത് MDMAയും കഞ്ചാവും ഒക്കെയാണ്. കൂട്ടുകാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതൊന്നും അധ്യാപകരും രക്ഷിതാക്കളും അറിയേണ്ടതില്ല. ആവശ്യമെങ്കിൽ തല്ലിത്തീർക്കാനും കൊന്നു തള്ളാനും കുട്ടികൾക്കറിയാം. ഇനി കൊന്നാൽ പോലും നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടാം എന്ന അറിവും അവർക്കുണ്ട്. സഹപാഠിയെ കൊല്ലണം എന്ന് തീരുമാനിച്ചാൽ കൊന്നിരിക്കും എന്ന് പരസ്യമായി വെല്ലുവിളിക്കാനും മടിയില്ല. ഈ കുരുത്തക്കേടുകളെങ്ങാൻ അധ്യാപകർ ചോദ്യം ചെയ്താൽ സാറേ പുറത്തേക്കിറങ്ങ്, തീർത്തു കളയും എന്നാണ് ഭീഷണി. സൗഹൃദത്തിൻ്റെ കപടമാധുര്യം നിറച്ച് ഡയറി മിൽക്കിലും കിൻഡർ ജോയിലും ലഹരി നൽകി കൂട്ടുകാരിയെ പീഡിപ്പിക്കുന്ന ആൺസുഹൃത്തുള്ള ക്ലാസ് മുറിയിലേക്ക് നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെ പെൺമക്കളെ അയക്കും? കുട്ടി ക്രിമിനലുകളുടെ ഈ തോന്നിയവാസങ്ങൾക്ക് മുന്നിൽ എത്ര നാൾ നമുക്ക് നിശബ്ദരായിരിക്കാൻ കഴിയും? സ്കൂളിലും റോഡിലും ബസ് സ്റ്റോപ്പിലും തമ്മിലടിച്ച് ചാകുന്ന കൂട്ടരെ കണ്ടില്ല എന്ന് നടിച്ച് എത്ര നാൾ ഒഴിഞ്ഞു മാറും? നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണോ? നമ്മുടെ കുട്ടികൾ ലഹരിപ്പിടിയിലെന്ന് ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ അയൽനാട്ടിൽ ഇതിലും വലിയ കണക്കാണുള്ളത് എന്നത് ഭരണകൂടം ഉയർത്തിക്കാണിക്കുന്നത് എത്ര നാൾ തുടരും? വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച് കൈ കഴുകിയാൽ കഴിയുന്നതാണോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം? തല്ലിപ്പഠിക്കുന്ന കുട്ടികളെ തിരുത്താൻ ആരുമില്ലേ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.